NH66 വർക്ക് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബൈപ്പാസിൽ പാലച്ചിറമാട് മുതൽ വയഡക്റ്റ് തുടങ്ങുന്ന മമ്മാലിപ്പടി വരെയുള്ള ഭാഗത്ത് പുതുതായിട്ട് ലൈറ്റുകൾ ഓൺ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ NH66 വർക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ വന്നത്. പല ഭാഗത്തും വളരെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ പാലച്ചിറമാട് മുതൽ മമ്മാലിപ്പടി വരുന്ന വയഡക്റ്റിൻ്റെ ഭാഗം വരെയാണ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ഭാഗത്തും ഇപ്പോൾ ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ടെസ്റ്റിങ്ങുകൾ. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. വളരെ കുറഞ്ഞ ക്ലാരിറ്റി ഉള്ളൂ. എൻ്റെ ഒരു ചെറിയ ഫോണിലാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ, അതുകൊണ്ട് വലിയൊരു ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഭാഗത്ത് വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ ഈ ലൈറ്റ് കൊടുത്തതുകൊണ്ട് താഴ്ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വ്യക്തമായിട്ട് വാഹനങ്ങളും മറ്റുള്ള കാഴ്ചകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹൈവേയിലൂടെ പുതിയൊരു ഹൈവേ കൂടെ എങ്ങനെയാണ് വാഹനങ്ങൾ ചീറിപ്പായുന്ന ആ രീതിയിലേക്ക് ആണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തുള്ള പകലിലുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു, കോട്ടക്കൽ ബൈപ്പാസ് തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടരിക്കോട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. കോട്ടക്കൽ ബൈപ്പാസിലെ മമ്മാലിപ്പടിയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ. കറക്റ്റായിട്ട് പറയുന്നത് എന്താ, കുറേ പേര് പിന്നെ പറയും നീ എവിടെ നിൽക്കുന്നുണ്ട്, ഏത് ഭാഗത്താണ്, ഞങ്ങൾ ഗൾഫിലാണ്, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഒക്കെ പറയും. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ സ്ഥലം തന്നെ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ വലിയൊരു സന്തോഷം തന്നെ. കുറേ നാൾ ഇങ്ങനെ കാത്തിരുന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ദുബായിലും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിൽ തന്നെ വളരെ കുറവാണ് ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ തെളിച്ച ഹൈവേകൾ. കൊച്ചിയിൽ ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണത് ഒന്ന്. അപ്പോൾ ഇതാ വരുന്ന ഒരു വാഹനം കണ്ടില്ലേ, നല്ലൊരു ഹൈവേ കൂടെ വരുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിക്കൊരു സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഉള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് ലൈറ്റൊക്കെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ നല്ല രീതിയിൽ ഇതൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെളിച്ചമുണ്ട്. താഴ്ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇതാണ്, മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ഒന്ന് വ്യക്തമായിട്ട് കാണില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോൺ അത്ര വലിയ സംഭവമൊന്നുമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ വാഹനങ്ങൾ രാത്രി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറിപ്പായുന്നുണ്ട്. കുറേ പേര് റോങ് സൈഡായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അത് വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് റോങ് സൈഡായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത്. കുറേ പേര് അറിയാതെയാണ് എവിടെയാണ് കറക്റ്റായിട്ടുള്ള മെർജിങ് പോയിൻ്റ് അതറിയാത്തതുകൊണ്ടാണ്, എക്സിറ്റ് എൻട്രി പോയിൻറ്റുകൾ കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് കുറേ പേര് അങ്ങനെയുള്ള ഒരു ഫോൾട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് ലൈറ്റും കൂടെ കാണുമ്പോൾ അധികം ആളുകളും വളരെ വേഗത്തിൽ വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ വരികയാണെങ്കിൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേര് ഇപ്പോഴും ഈ ഹൈവേയിൽ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത് വന്നിട്ട് ചോദിക്കാനുണ്ടായി, ഇവിടെ എവിടെയാണ് പഠിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നല്ലോ, അതെന്തായിന്ന്. അപ്പോൾ ആളോട് പറഞ്ഞത് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ പഠിക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. അപ്പോൾ കണ്ടില്ലേ, ഒരു വലിയൊരു കണ്ടെയ്നറാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി നമ്മുടെ കോഴിച്ചന ഭാഗത്തേക്കാണ് പോകുന്നത്, കോഴിക്കോട് ഭാഗത്തേക്ക്. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ചില ഭാഗത്തൊന്നും ലൈറ്റുകൾ കാണാത്തത്, ഇടവിട്ട് ഭാഗത്തൊന്നും വർക്കുകൾ ചെയ്ത ഭാഗത്തേന് ഫുള്ളായിട്ടില്ല. ചില ബൾബുകളൊന്നും കത്താത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്.
അപ്പോൾ ഞാൻ എടരിക്കോട് ടൗണിൽ നിന്നാണ് വരുന്നത്. ആ ടൗണിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ടൗണിൽ ലൈറ്റൊക്കെ തെളിയിച്ച് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി അടുത്ത് വരാനുള്ളത് ക്യാമറ വെക്കുന്ന കാര്യങ്ങൾ. ക്യാമറ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്, ക്യാമറൻ്റെ ടെസ്റ്റിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത അതൊക്കെ ആയിരിക്കും. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ക്യാമറയിൽ ഫൈന് അടിക്കാനുള്ള സ്ഥിതിയിലുള്ള വാഹനം ഓടിക്കുന്ന ഇതൊന്നും ആരും ചെയ്യരുത്. വളരെ നല്ല രീതിയിലുള്ള ഡ്രൈവിങ് എല്ലാവരും പരിശീലിക്കുക. റോങ് സൈഡ് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും റോങ് സൈഡ് പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് അവസാനിപ്പിക്കാം. വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.